പ്രൈസ് ലോർഡ്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വേദശാസ്ത്ര പാഠത്തിലേക്കാണ് നമ്മൾ ഇന്ന് പ്രവേശിക്കുന്നതെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. റോമാലേഖന 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അത് എത്രമാത്രമാണ് ഇന്ന് തീരുന്നതെന്ന് എനിക്ക് മുൻകൂട്ടി അറിയില്ല. പക്ഷെ ഈ വാക്യങ്ങൾ ഏറ്റവും ശക്തമായ തിയോളജിക്കൽ ഡിസ്കോഴ്സ്, അതായത് വിപ്ലവകരമായ വേദശാസ്ത്ര വ്യാഖ്യാനമാണ് പൗലോസോട് നൽകുന്നത്. എങ്ങനെയാണ് ക്രിസ്തു സകലർക്കും രക്ഷയ്ക്കായി മാറുന്നത് എന്നുള്ള ഒരു ഫണ്ടമെന്റൽ ഉപദേശം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. Therefore, just as sin came into the world, അതായത് റോമാലേഖനം 5:12 ലോകത്തിലേക്ക് പാപം വന്ന ഒരു വ്യക്തി മുഖാന്തരമാണ് എന്ന് മാത്രമല്ല, ആ വ്യക്തി മരണവും അതുമൂലം വന്നു. ഒരാളിലേക്ക് പാപം വന്നപ്പോഴാണ് മരണവും ഈ ഭൂമിയിലേക്ക് വന്നത്. അത്രയും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. എന്നാൽ അതിന് ശേഷമുള്ള ഭാഗം പറയുന്നത് അത് സകല മനുഷ്യർക്കും ഇംപ്യൂട്ടഡായി, എല്ലാ മനുഷ്യരും അങ്ങനെ അകപ്പെട്ടു എന്നാണ് പാപത്തിന്. ഒരാളുടെ പാപം എങ്ങനെയാണ് എല്ലാവരെയും ബാധിച്ചത്, എല്ലാവരും എങ്ങനെയാണ് മരണത്തിന് അധീനനായി. അതിന്റെ കാരണം ആദം നമ്മുടെ ബയോളജിക്കൽ ഹെഡാണ്. അതൊരു ബയോളജിക്കൽ ഹെഡ്, അതായത് സകല മനുഷ്യരുടെയും തല, ജീവശാസ്ത്രപരമായ തല എന്ന് പറയുന്ന ആദമാണ്. ആദമിന്റെ പ്രകൃതം സകല മനുഷ്യരിലും ആദമിന്റെ പ്രകൃതം വ്യാപിച്ചു എന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ ഏത് മനുഷ്യനും ആദമിക്കാണ്. ജനിക്കുമ്പോഴേ അവൻ ആദാമ്യനാണ്. ആദാമ്യനായി മാത്രമേ ജനിക്കാൻ പറ്റുള്ളൂ. ഹിസ് നേച്ചർ ഈസ് എസെൻഷ്യലി ആഡമിക്. അത് അവന്റെ സ്വഭാവമാണ്, പ്രകൃതമാണ്. അപ്പോൾ അങ്ങനെ വ്യാപിക്കപ്പെട്ട ഒരു പ്രകൃതത്തിന്റെ അടിമകളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത്. സോ യു ആർ ജനറ്റിക്കലി ലിമിറ്റഡ് ബിക്കോസ് ഓഫ് ദ സിൻസ് ഓഫ് ആഡം. ആഡമിന്റെ പാപം കാരണം നമ്മൾ ജനിതകപരമായി പരിമിതികളുള്ളവരാണ്, ശാരീരികമായി പരിമിതികളുള്ളവരാണ്, നമ്മൾ മാനസികമായി നമ്മുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പരിമിതികളുള്ളവരാണ്. നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ ഹിതമനുസരിച്ചുള്ള ആ ഒരു ബീയിങ് ആയി മാറാൻ കഴിവില്ലാത്തവരാണ്. ബിക്കോസ് ഓഫ് ദിസ് ആഡം ഇൻഫെക്റ്റിംഗ് അസ്. ആഡം ഇൻഫെക്റ്റിംഗ് അസ് എന്ന് പറയുന്നത് ഒരു സുഖമുള്ള പ്രയോഗമല്ലായിരിക്കാം. ഞാനത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഈ കോവിഡ് ഒക്കെ വന്നു കഴിയുമ്പോൾ ചില ആളുകൾക്ക് കോവിഡാനന്തര എഫക്റ്റുകൾ ഉണ്ടാകുന്നു. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഓർമ്മശക്തി കുറയുന്നു, മാനസികമായ വിഷമങ്ങൾ ഉണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു പ്രകൃതം അങ്ങനെ ഉണ്ടാവുകയാണ്. അതുപോലെ ആദമിൽ ഉണ്ടാകുന്ന ദൈവവുമായി എന്താ പറയുന്നത്, ബന്ധമില്ലാത്ത ഒരു പ്രകൃതത്തിലാണ് നമ്മളെല്ലാവരും ജനിക്കുന്നത് എന്നുള്ളതാണ്. സോ ഹീസ് ദ സിംബോളിക് ബയോളജിക്കൽ ഹെഡ് ഓഫ് ഹോൾ ഹ്യൂമൻ റേസ്. അപ്പോൾ അതിനെ നമ്മൾ ഇംപ്യൂട്ടഡ് സിൻ എന്നാണ് പറയുന്നത്. ഇംപ്യൂട്ടഡ് ടു എവരിവൺ. വെൻ വൺ മാൻ സിൻഡ്, ഓൾ സിൻഡ്. എല്ലാവരും പാപം ചെയ്ത പോലെ ഇംപ്യൂട്ടഡ് ആയി. അതായത് അവന്റെ പ്രകൃതമല്ലാതെ വേറെ ഒന്നും നമുക്ക് ലഭിക്കാനില്ല. അതാണ് എല്ലാം അവന്റെ പ്രകൃതമല്ലാതെ വേറെ ഒന്നും ലഭിക്കാനില്ല. ദാറ്റ്സ് ഹൗ ഓൾ ഹ്യൂമാനിറ്റി കെയിം അണ്ടർ സിൻ. അപ്പോൾ നിയമം നൽകപ്പെടുന്നതിന് മുൻപ് പാപം കണക്കപ്പെടുന്നില്ല. പഴയ നിയമത്തിലൊക്കെ ആദ്യകാലങ്ങളിൽ മനുഷ്യർ എന്ത് ചെയ്താലും ദൈവം കാണുന്നില്ലായിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനുഷ്യര് അങ്ങനെ കാര്യമായി എന്തെങ്കിലും ചെയ്യുന്ന ദൈവം അതങ്ങ് നോട്ട് ചെയ്യുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് നോട്ട് അക്കൗണ്ടഡ് ഓൺ ദാറ്റ് പേഴ്സൺ. ഒരു പാപം പഴയ നിയമത്തിൽ പഴയ കാലത്ത് കാണുമ്പോൾ അത് ആ മനുഷ്യനെ അത്രയും അത് ദൈവം അവന്റെ മേലെ അത് ഹോൾഡ് ചെയ്യുന്നില്ല, കണക്ക് കൂട്ടുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ എത്ര ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ നോക്കുന്നത്. എന്നാൽ ദ ഓൾഡ് ടെസ്റ്റമെന്റ് സം ഓഫ് ദ സിൻസ് വെർ സീമിംഗ്ലി ഇഗ്നോർഡ്, അപ്പാരന്റ്ലി ഇഗ്നോർഡ്. അതിന്റെ കാരണം ഇതാണ്, അന്ന് കണക്കിടപ്പെടുന്നില്ല ഇത്. അതായത് നൽകുന്ന നിയമം അനുസരിച്ചാണ് ഇത് കണക്കിടപ്പെടുന്നത്. എന്നിട്ട് പോലും അടുത്ത വാക്യം പറയാണ്, പാപം കണക്കിടപ്പെടുന്നില്ലെങ്കിൽ പോലും ഡെത്ത് റെയിൻഡ്, മരണമാണ് വാണത്. ആദം മുതൽ മോശ വരെയും നിയമമില്ലാത്ത സമയത്തും തന്നെയും മരണമാണ് വാണിരുന്നത്. അതായത് ഒരു പാപവും കണക്കിടപ്പെടുന്നില്ലെങ്കിൽ ആളുകൾ മരിക്കുന്നുണ്ടായിരുന്നു. അത് മരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമായിരുന്നില്ല. അത് രണ്ടർത്ഥത്തിലും, പാപസംബന്ധമായ മരണം, ശാരീരികമായ മരണം, ഇത് രണ്ടിൽ നിന്നും
മനുഷ്യനെ രക്ഷപ്പെടാൻ കഴിയുമായിരുന്നില്ല. ഏത് കാലത്ത്? പാപം കണക്കിടപ്പെടുന്നില്ലെങ്കിൽ പോലും ഡെത്ത് വാസ് ദെയർ. അപ്പോൾ പാപം ഉണ്ടായിരുന്നു, കണക്കിടപ്പെടുന്നില്ല. മരണം വ്യാപരിച്ചിരുന്നു. ആ കാലത്തും മരണം തന്നെയാണ് വ്യാപരിച്ചിരുന്നത്, ജീവൻ വ്യാപരിച്ചിരുന്നില്ല. ഓക്കെ, അപ്പോൾ ബട്ട് സിൻ ഈസ് നോട്ട് കൗണ്ടഡ് വെൻ വേർ ദർ ഇസ് നോ ലോ. നിയമമില്ലാത്തടത്ത് പാപം കണക്കിടപ്പെടുന്നില്ല. ഓക്കെ, എന്നിട്ടും യെറ്റ്, ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പ്രയോഗിച്ചത്, എന്നിട്ടും മരണം തന്നെയാണ് ആദം മുതൽ മോശ വരെ വാണത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദം ചെയ്തതുപോലൊരു പാപം ചെയ്യാത്തവരിൽ പോലും ഇങ്ങനെയാണ്. ഈവൻ ഓവർ ദോസ് ഹൂസ് സിന്നിങ് വാസ് നോട്ട് ലൈക്ക് ദ ട്രാൻസ്ഗ്രഷൻ ഓഫ് ആഡം. അപ്പൊ ആദമിന്റെ പാപം പോലെ ഒരു പാപം ചെയ്യാത്തവർ പോലും ഈ മരണത്താൽ പിടിക്കപ്പെട്ടിരുന്നു, ബിക്കോസ് ഓഫ് ഇൻപ്യൂട്ടഡ് സിൻ ആൻഡ് ഇൻപ്യൂട്ടഡ് ഡെത്ത്. അപ്പോൾ പാപത്തിന്റെ സ്വഭാവമുള്ളവർ എത്ര പാപം ചെയ്യാതിരിക്കാൻ ശ്രമിച്ചാലും, ഒരു പാപം കണക്കിടപ്പെടുന്നില്ലെങ്കിലും, ആദമിന്റെ പാപം കണക്കിടപ്പെട്ടിരുന്നു. ആദമിന്റെ പാപം ദൈവത്തിന് അഗെയിൻസ്റ്റ് ആയിരുന്നു. അതുപോലൊരു പാപം ചെയ്യാതിരുന്നവരും മരണത്താൽ കീഴടക്കപ്പെട്ടിരുന്നു. കാരണം ഡെത്ത് reigned even over those people who did not commit the same sin as Adam did. അപ്പോൾ ഒരു മനുഷ്യൻ പാപിയാകാൻ പാപം ചെയ്യേണ്ടതില്ല, നരകത്തിൽ പോകാൻ അവന്റെ പാപം കണക്കിടപ്പെടേണ്ടതില്ല. അവന്റെ പ്രകൃതം കൊണ്ട് തന്നെ അവന് നരകത്തിൽ പോകാമെന്നുള്ളതാണ്. ഒരു പാപവും കണക്കിടപ്പെട്ടില്ലെങ്കിലും man will end up in hell. ഓക്കെ, അതാണ് ഈ പാപം എന്ന അടിസ്ഥാന പ്രശ്നം. ഓക്കെ, അപ്പൊ ആദമിന്റെ പാപം സകല മനുഷ്യരിലും, അവന്റെ പാപം പിന്നെ ആവർത്തിക്കാത്തവരിലും, അതുപോലൊരു പാപം ആവർത്തിക്കാതെ ചെറുപ്പം തൊട്ട് സൂക്ഷിച്ച് ജീവിച്ചവരിൽ പോലും ഈ മരണം വാണു. അപ്പൊ ദൈവത്തിനെതിരെ ആദം പാപം ചെയ്തുവെങ്കിലും അതേ പാപം ചെയ്യാത്തവരിലും ആദമിന്റെ അതേ ശിക്ഷ തന്നെയാണ് ഉണ്ടായത്. കാരണം ആദം ചെയ്ത പാപം അവന്റെ പ്രകൃതത്തിലാണ് മാറ്റം വരുത്തിയത്. അവന്റെ പ്രകൃതത്തിൽ അത് മാറ്റം വരുത്തിയത് കൊണ്ട് അത് എല്ലാവരിലും ഒരുപോലെ ബാധിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, എന്നാൽ ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ആദം വാസ് എ ടൈപ്പ് ഓഫ് ദ വൺ ഹു വാസ് ടു കം. ഈ ടൈപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം പ്രയോഗമാണ് ഇംഗ്ലീഷിൽ. നമ്മൾ വിചാരിക്കുന്ന ഒരു ടൈപ്പിനുമായിട്ട് ബന്ധമുണ്ട് അതിന്. എങ്കിൽ പോലും ടൈപ്പോളജി എന്ന് പറയുന്ന ഒരു വ്യാഖ്യാന ശാസ്ത്രം തന്നെയുണ്ട്, ടൈപ്പോളജി. നിങ്ങളൊരു പക്ഷേ ടൈപ്പോളജിക്കൽ സർമൺസ് കുറെ കേട്ടിട്ടുണ്ടാവാം. നമ്മൾ സമാഗമന കൂടാരം നോക്കിയിട്ട് അതിന് യേശു ക്രിസ്തുവിന്റെ ഒരു ടൈപ്പായിട്ട്, ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇതിന്റെ ടൈപ്പായിട്ട് കാണുന്നു. അതുപോലെ മോശ യേശുവിന്റെ ടൈപ്പായിട്ട് കാണുന്നവരുണ്ട്. അങ്ങനെ ഒന്നുപോലെ വേറൊന്ന് എന്ന് പറയാൻ വേണ്ടി ടൈപ്പോളജിക്കൽ സർമൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദം ക്രിസ്തുവിന്റെ ഒരു ടൈപ്പ് ആയിരുന്നു എന്നാണ്. ഒരു ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുവിനെ പോലെ വളർത്തലല്ല, ആ ഒരു രീതിയിലാണ് ആദമിന്റെ പാപം. യേശു ക്രിസ്തുവിന്റെ നീതി എങ്ങനെ അതേ രീതിയിലാണ് ആദമിന്റെ പാപവും വ്യാപരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ ഒരു ടൈപ്പ് ആണ് ആദം എന്നാണ് പൗലോസ് പറയുന്നത്. സോ ഇൻ അനദർ സെൻസ് വി ക്യാൻ സേ, ബയോളജിക്കലി ജീവിച്ചിരുന്ന എല്ലാവരുടെയും ഹെഡായിരുന്ന ആദം, അതുപോലെ തന്നെ ഒരു ഹെഡാണ് ക്രിസ്തു. വിശ്വസിക്കുന്നവരുടെ എല്ലാം ഹെഡാണ് ക്രിസ്തു. വിശ്വാസത്താൽ വീണ്ടും ജനിക്കപ്പെടുന്നവരുടെ ഹെഡാണ് ക്രിസ്തു. ഇത് നമ്മുടെ തലയ്ക്കകത്തോട്ട് പോകേണ്ട രണ്ട് തരം ഹ്യൂമാനിറ്റി ഉണ്ട്. ഒന്ന് ആദം തലയായിട്ടുള്ള ബയോളജിക്കൽ എക്സിസ്റ്റൻസിനാൽ മാത്രമുള്ള ഹ്യൂമാനിറ്റി. മറ്റൊന്ന് ക്രിസ്തു തലയായിട്ടുള്ള വിശ്വാസത്താൽ ദൈവത്തിന്റെ മക്കളായി മാറിയവരുടെ തല, അതായത് അദൃശ്യമായ ദൈവസഭയുടെ തല. അതാണ് യേശു ക്രിസ്തു. രണ്ട് തരത്തിൽ ഫിഗറേറ്റീവ് ഹെഡുകളാണ്, രണ്ട് തരത്തിൽ മനുഷ്യരുടെ തലകളാണ്. ഒന്ന് ആദമും മറ്റൊന്ന് ക്രിസ്തു. അതുകൊണ്ട് പുതിയ നിയമത്തിൽ ക്ലാസിഫൈ ചെയ്യുമ്പോൾ രണ്ട് തരത്തിലേ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ആദമിനുള്ളവൻ അല്ലെങ്കിൽ ക്രിസ്തുവിനുള്ളവൻ. ഇതല്ലാതെ വേറൊരു തരത്തിലും ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഐദർ യു ബിലോങ് ടു ആഡം, യു ആർ ആഡമിക്, ഓർ എ ക്രിസ്ത്യൻ. ഓക്കെ, അപ്പോൾ
ആദാമിൻ്റെതും ക്രിസ്തുവിൻ്റെതും അത് തമ്മിലുള്ള ആ വൈജാത്യങ്ങളാണ് ഇവിടെ നമ്മൾ മുമ്പോട്ട് കാണുന്നത്. അടുത്ത വാക്യത്തിൽ പറയുന്നത്, ബട്ട് ദ ഫ്രീ ഗിഫ്റ്റ് ഈസ് നോട്ട് ലൈക്ക് ദ ട്രെസ്പാസ്. ദൈവം നൽകുന്ന സൗജന്യ ദാനം ഈ ലംഘനം പോലെയല്ല. For if many died through one man's trespass, much more have the grace of God and the free gift by that one man Jesus Christ abounded for many. അപ്പോൾ അനേകർ പാപത്താൽ മരിച്ചു, എന്നാൽ കൃപ അനേകരിലും വർദ്ധിച്ചു വരുന്നു, ക്രിസ്തുവിലൂടെ വർദ്ധിച്ചു വരുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഇത് ഒരുപോലെയല്ല, ഒന്ന് മരണകാരണവും മറ്റൊന്ന് ജീവകാരണവുമാണ്. ഒരാദം പോലെയാണ് ക്രിസ്തുവിനെ പോലെ തന്നെയാണ് ആദമും. ദേ ആർ ബോത്ത് ഫിഗറേറ്റീവ് ഹെഡ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദം നമുക്ക് സൗജന്യമായി തന്നത് മരണവും, ക്രിസ്തുവിലൂടെ വ്യാപരിച്ചത് ജീവനും അമിതമായ കൃപയുമാണ്. ഓക്കെ, അതൊരു വലിയ ഡിഫറൻസ് ആണ്. ഒന്ന് മരണത്തിലേക്കും മറ്റൊന്ന് ജീവനിലേക്കുമാണ് നയിച്ചത്. ഫ്രീ ആയിട്ടാണ് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയത്. പാപപ്രകൃതവും ഫ്രീ ആയിട്ടാണ് കിട്ടിയത്, അല്ലെ? നിങ്ങൾ കാശ് കൊടുത്തു പാപപ്രകൃതം വാങ്ങിച്ചിട്ടില്ലല്ലോ. പാപപ്രകൃതം പാപം ചെയ്തു പോലും വാങ്ങിച്ചതല്ല, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് കിട്ടിയതാ, അല്ലെ? പാപം ചെയ്തു പോലും പാപപ്രകൃതം വാങ്ങിച്ചതല്ല, അതുപോലും സൗജന്യമായിട്ട് കിട്ടിയതാണ്. ഇതും കൃപയും രക്ഷയും സൗജന്യമായിട്ട് വന്നതാണ്. ഇത് രണ്ടും സൗജന്യമായിട്ട് വന്നതാണെങ്കിൽ ഇതിനകത്തൊരു വ്യത്യാസമുണ്ട്. ഒന്ന് മരണത്തിലേക്കും മറ്റൊന്ന് ജീവനിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ ഇത് അനേകരിലേക്ക് പെരുകി വർദ്ധിച്ചു എന്നാണ് പറയുന്നത് ദൈവത്തിന്റെ കൃപ പാപമുള്ളവരിൽ. ഓക്കെ, അതിനകത്തൊരു വലിയ വ്യത്യാസം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം എന്ന് പറയുന്നത് നമ്മൾ അർഹിച്ചിരുന്നു, എന്നാൽ കൃപ നമ്മൾ ഒട്ടും അർഹിച്ചിരുന്നില്ല. പാപം എന്നുള്ളത് നമ്മൾ അർഹിച്ചിരുന്നു ഇൻ വൺ വേ ഈവൻ ബിഫോർ വി സിൻഡ്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണ് നമ്മൾ പാപവും മരണവും അർഹിച്ചിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളും ആദം തന്നെയാണ്. ഇപ്പോൾ ആദമിന്റെ സ്ഥാനത്ത് എന്നെ വിട്ടിരുന്നെങ്കിൽ അതേ റിസൾട്ട് തന്നെ ഉണ്ടാകുമായിരുന്നു. ആദമിന്റെ സ്ഥാനത്ത് എന്നെ വിട്ടിരുന്നെങ്കിൽ അതേ റിസൾട്ട്, കാരണം സ്വഭാവം ബേസിക്കലി ഹ്യൂമൻ ബീയിങ് അങ്ങനെയാണ്. അപ്പോൾ അവനെ രക്ഷിക്കണമെങ്കിൽ കൃപ വരുന്നത് തീർത്തും അനർഹമായിട്ടാണ്. ദാറ്റ് മീൻസ് ഇറ്റ്സ് അൺമെറിറ്റഡ്, ടോട്ടലി ഡിഫറെന്റ് ആണ്. സൗജന്യ ദാനമായിട്ടാണ് വരുന്നത്. മറ്റൊന്ന്, മനുഷ്യന്റെ മേൽ അവന്റെ കണക്കുണ്ട്, പാപത്തിന്റെ കണക്കുണ്ട്. എന്നാൽ കൃപയുടെ കണക്ക് മനുഷ്യന്റെ മേലില്ല, അത് ദൈവത്തിന്റെ മേൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത്, and the free gift is not like the result of that one man's sin, for the judgment following one trespass brought condemnation, but the free gift following many trespasses brought justification. അതായത് ഒറ്റ പാപം മരണത്തെ കൊണ്ടുവന്നു. ഓക്കെ, എന്നാൽ അനേകം പാപങ്ങൾക്ക് ശേഷവും ഒരൊറ്റ മനുഷ്യന്റെ അനുസരണം നമുക്ക് നീതീകരണം കൊണ്ടുവന്നു. അതായത് ഇവിടെ പറയുന്നത് ഇത് രണ്ടും ഒരുപോലെ അല്ല. ഒരു മനുഷ്യന്റെ പാപത്താൽ ഉണ്ടായ ഫലം പോലെയല്ല യേശുക്രിസ്തു നമുക്ക് തന്ന സൗജന്യദാനം. ഒരു മനുഷ്യന്റെ പാപം മൂലമുണ്ടായ സൗജന്യദാനം പോലെ അല്ല, പാപപ്രകൃതം പോലെ അല്ല. പിന്നെ എങ്ങനെയാണ്? അനേകം പാപങ്ങൾക്ക് ശേഷം ആണ് നീതീകരണം എന്ന അത്ഭുതം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത്. അതാണ് പൗലോസ് പറയുന്നത്. അതായത് ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വെയർ ഓൾ സിന്നേഴ്സ്. വൺ സിൻ ഓഫ് ആഡം അത്രയും വലിയ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കി. അനേകം പാപങ്ങൾക്ക് ശേഷമാണ് നമുക്ക് നീതീകരണം എന്നുള്ളത് സൗജന്യമായിട്ട് ലഭിക്കുന്നത്. അപ്പൊ ആദം ഒരൊറ്റ പാപത്താൽ ശിക്ഷിക്കപ്പെട്ടു. നമ്മളെല്ലാവരും ഹ്യൂമാനിറ്റി മുഴുവൻ ശിക്ഷയുടെ അണ്ടറിലായെങ്കിലും അനേകം പാപങ്ങൾക്ക് ശേഷം, നമ്മുടെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അനേകം പാപങ്ങൾക്ക് ശേഷമാണ് ഈ നീതീകരണവും നിത്യജീവനും നമ്മളെ അന്വേഷിച്ചു വന്നത്. സോ ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദ അതർ. മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ പറയുന്നത് അല്ലേ? ഇത് ഒത്തിരി നമ്മുടെ തലയെ അതിനകത്തോട്ട് വെച്ചാലേ ഇത് ശരിക്കും മനസ്സിലാവുള്ളൂ. ഇത് മനസ്സിലാക്കിയേ പറ്റൂ. കാരണം ഇത് വേദശാസ്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആദം തലയായ മനുഷ്യത്വവും ക്രിസ്തു തലയായ മനുഷ്യത്വവും, ഈ രണ്ട് മനുഷ്യത്വങ്ങൾ ആണ് നമുക്ക് ഇന്ന് ലോകത്ത് കാണാൻ കഴിയുന്നത്. അതായത് ഒന്ന് മരണത്തിലേക്കും, അപ്പോൾ ഒരു മനുഷ്യന്റെ പാപം അനേകം ആളുകളെ മരണത്തിലേക്ക് തള്ളിവിട്ടു. ഓക്കെ, എന്നാൽ അനേകം ലംഘനങ്ങൾക്ക് ശേഷം ഒന്നും അറിയാതെ സൗജന്യദാനമായി നമുക്ക് ജീവൻ തേടി വന്നു. അത് വേറൊരു മനുഷ്യന്റെ അനുസരണം കാരണമായിരുന്നു. അപ്പോൾ ഒരൊറ്റ മനുഷ്യന്റെ അനുസരണം നമ്മുടേതല്ലാത്ത ഒരു നീതിയെ നമുക്ക് നൽകി.
Just as sin was imputed to us, righteousness was imputed to us. Okay. അപ്പോൾ അടുത്ത വാക്യത്തിൽ പറയുന്നത്, ഒരു മനുഷ്യന്റെ പാപത്തിലൂടെ മരണം വാണുവെങ്കിൽ, for if because of one man's trespass death reigned through that one man, much more will have who receive the abundance of grace and free gift of righteousness reign in life through the one man Jesus Christ. അപ്പോൾ ഇതിനകത്ത് വേറൊരു സന്തോഷകരമായ ഒരു കാര്യം ഇവിടെ പറയുന്നത്, മരണം നമ്മളിൽ എങ്ങനെയാണ് വാഴുന്നത് നമുക്കറിയാം. ഒറ്റ മനുഷ്യന്റെ പാപം കാരണം നമ്മളിൽ മരണം വാഴുന്നുണ്ട്. ഇത് നമ്മൾ 8-ാം അധ്യായം വരുമ്പോൾ കൂടുതൽ വിശദമായിട്ട് മരണത്തിന്റെ വാഴ്ച, ഈവൻ 6-ാം അധ്യായത്തിലുണ്ട്. ഈ മരണത്തിന്റെ വാഴ്ച എന്താണ്? നമ്മുടെ മേൽ അധികാരം നടത്തുന്ന ഒരു മരണമുണ്ട്, ഒരു മരണത്തിന്റെ തത്വം. ആ മരണത്തിന്റെ തത്വമാണ് നമ്മുടെ എല്ലാ പ്രവൃത്തികളും നിയന്ത്രിക്കുന്നത്. നമ്മുടെ ജീവിതം, നമ്മുടെ ഇടപാടുകൾ, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ മരിക്കും എന്നുള്ള തത്വമാണ്. നാം നാളെ മരിക്കും. ഓക്കെ. അപ്പോൾ മരണം എന്ന് പറയുന്നത് നമ്മളെ വാഴുന്ന ഒരു ഭരണാധികാരിയാണ്. കാരണം നമ്മുടെ എല്ലാ തീരുമാനങ്ങളും, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യമൊക്കെ ചിന്തിക്കുമായിരുന്നു, മരിക്കുന്നതിന് മുമ്പ് ഈ പുതിയ നിയമത്തിന്റെ പുസ്തകങ്ങളെല്ലാം ഒരു കമന്ററി ആവണം, ഓഡിയോ കമന്ററി ഇങ്ങനെ തീരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് മരണമല്ലല്ലോ എന്നെ നിയന്ത്രിക്കേണ്ടതാണോ? അങ്ങനെയാണ് മരണത്തിന്റെ കളി. ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഓൾ മൈ വർക്ക്സ്, എവ്രി വൺസ് വർക്ക്സ്, അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് മരണത്തിനുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും മരണം എന്ന രാജാവിന്റെ കീഴിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഇത്രയും ആലോചിച്ചാൽ മതി. കർത്താവ്, നിന്റെ ജീവൻ എങ്ങനെ എന്നിൽ വ്യാപരിക്കുന്നു അത് മാത്രമല്ല, ഇത് പൂർത്തിയായോ ഇല്ലയോ, ഇതൊക്കെ നമ്മുടെ വിഷയങ്ങളെ അല്ല. വി ലീവ് എവറി ഡേ ആസ് ഇഫ് വി ആർ ലിവിങ് ഓൾ ഡേ. അപ്പൊ ഓരോ കാര്യങ്ങളിലും ഈ പ്ലാനിങ്, നമ്മുടെ ജീവിതത്തിന്റെ പ്ലാനിങ്ങുകളെല്ലാം ഈ മരിക്കും എന്നുള്ളൊരു തത്വം നമ്മുടെ തലയ്ക്ക് മീതെ കിടക്കുന്നതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ മരണം അങ്ങനെ വാഴുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ജഡമോഹങ്ങളിലൂടെ, നമ്മുടെ പാപപ്രവൃത്തികളിലൂടെ, അനുസരണക്കേടുകളിലൂടെ, നമ്മുടെ മനുഷ്യരോടുള്ള ഇടപാടുകളിലൂടെ എല്ലാം ഈ മരണം എന്ന യജമാനനെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇഫ് യു കെയർഫുള്ളി വാച്ച്. ഞാൻ നോക്കിയപ്പം എൻ്റെ ജീവിതത്തിൽ പലതരത്തിലും വാഴുന്നത് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ജീവൻ വാഴുക എന്ന് പറയുന്നത്, അപ്പൊ പൗലോസ് പറയണം, ഒരൊറ്റ മനുഷ്യന്റെ പാപം കാരണം എല്ലാവരും പാപികളായി മാറി. എനിക്ക് പൗലോസിന്റെ ആ തിങ്കിങ്, റീസണിങ്, ആത്മാവ് എന്ത് ഭയങ്കര പവർഫുൾ ആയിട്ട് പൗലോസ് ഇടപെട്ട് ഞാൻ ആലോചിക്കാറുണ്ട്. ഇത് ആത്മാവ് ഇടപെട്ടത്, അല്ലെങ്കിൽ പൗലോസിനെ പോലെ ഒരു ജീനിയസ് ജീവിച്ചിരുന്നിട്ടില്ല എന്ന് വേണേൽ പറയേണ്ടി വരും. കാരണം അത്ര ഭയങ്കരമാണിത്. ബിക്കോസ് എ മാൻ കനോട്ട് ഇൻവെന്റ് സച്ച് എ തിയോളജി. അതായത് ഇത്രയും ഭയങ്കര എക്സ്പ്ലനേഷൻ ഒരു മനുഷ്യന്റെ തലയ്ക്കകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്, അത് ഈ ലോകത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ള ഏത് ജ്ഞാനത്തിന്റെ മുകളിലായിട്ട് ഇതിനെ കാണാൻ പറ്റും നമുക്ക്. ബിക്കോസ് ഇറ്റ്സ് സോ ട്രൂ ഹൗ ഡെത്ത് റെയിൻസ് ഓവർ us. നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും, നമ്മുടെ ഓരോ ചലനങ്ങളെയും വരെ നിയന്ത്രിക്കാൻ നമ്മുടെ ശരീരത്തിൽ വാഴുന്ന ഈ മരണത്തിന് കഴിയുന്നുണ്ട്. അപ്പൊ പൗലോസ് പറയാണ്, അങ്ങനെ മരണം വാഴുന്ന നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇനി വേറൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒറ്റ പാപത്താലാണ് മരണം വീണത്. അനേകം പാപം ചെയ്ത ശേഷവും നീതി നമ്മളെ തേടി വന്നു. ഓക്കെ. അപ്പൊ അത് അൺകണ്ടീഷണൽ ആയിരുന്നു. അപ്പൊ അങ്ങനെ വന്ന ഒരു ജീവൻ, വേറൊരുവനാൽ വന്ന ഒരു ജീവൻ, അത് നമ്മളെ തേടി വന്നുവെങ്കിൽ മരണം നമ്മളിൽ ഒരു കാലത്ത് വ്യാപരിച്ചിരുന്നതിനേക്കാളും എത്രയോ അധികം ജീവൻ നമ്മളിൽ വാഴേണ്ടതാണ്. ഈ ജീവൻ നമ്മളിൽ വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കാണുന്നവർ, നമ്മുടെ ചുറ്റുമുള്ളവരിലെല്ലാം ഈ ജീവജല നദി ഒഴുകത്തക്ക രീതിയിൽ യേശുക്രിസ്തുവിന്റെ ജീവനെ വെളിപ്പെടുത്തുന്ന ആ ഒരു ലൈഫ് നമുക്ക് എത്രയധികം ലഭിക്കുമെന്നാണ്. We will be controlled not by death but by life. We will be controlled not by our will but by the Spirit.
അപ്പൊ ഇതൊരു വലിയ ഡെലിവറൻസ് ആണ് നമുക്ക്, മരണത്തിൽ നിന്നുള്ള ഡെലിവറൻസ്. ഇനി നമ്മൾ ഈ 2-3 അധ്യായങ്ങളിൽ ഈ മരണത്തിൽ നിന്നുള്ള ഡെലിവറൻസ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ ആലോചിക്കുന്നത് 2-3 പ്രാവശ്യം വായിക്കുമ്പോഴും ഈ റോമാലേഖനം ഓരോ പ്രാവശ്യം എനിക്കൊന്നൊരു 1 വർഷം കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ആയുസ് കൊണ്ട് കർത്താവ് വന്നിട്ടില്ലെങ്കിൽ ഇറ്റ് മേ ഹാവ് ടു ബി റിപ്പീറ്റഡ് അഗെയിൻ. കാരണം ഇത് ഒരിക്കലും തീരുന്നില്ല. ഈ ഒരു ചിന്താധാര ഇറ്റ് ഗ്രോസ് ഇൻ us, ഇറ്റ് ഗ്രോസ് ഓൺ us. ഓക്കെ, അപ്പോൾ much more will those who receive the abundance of grace and the free gift of righteousness reign in life. ജീവനിൽ വാഴുക. ആരുടെ ജീവനാണ്? ക്രിസ്തുവിന്റെ ജീവനിൽ വാഴുക. നമ്മളിവിടെ പല ആൾക്കാരും കൃപയുടെ വാഴ്ച എന്നൊക്കെ പറഞ്ഞ് കൃപ വാഴുന്നു. അപ്പം അവരും മരണത്തിൽ തന്നെയാണ് വാഴുന്നത്. ഈ കൃപയിൽ വാഴുന്നു എന്ന് പറയുന്നവരും ഈ ലോകത്ത് തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നാളെ മരിക്കുമല്ലോ, അതിനുള്ളതെല്ലാം, അങ്ങനെ വാഴാനുള്ളതെല്ലാം ദൈവം തരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സമയത്തിന്റെ നിക്ഷേപം. സമയം നമ്മളിൽ കുറെ സാധനങ്ങൾ നിക്ഷേപിക്കും, അതെല്ലാം സമയം തിരിച്ചെടുക്കും. അതിലല്ല നമ്മൾ വാഴുന്നത്, അതിൽ നമ്മൾ വാഴുന്നില്ല, മരണമാണ് വാഴുന്നത്. നമ്മൾ വിചാരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന പൊസഷൻസിലെല്ലാം നമ്മൾ വാഴുവാന്ന്. നമ്മൾ മേടിച്ചിട്ട കസേര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടാൻ നമുക്ക് ആ ഒരു അധികാരമൊക്കെ ഉണ്ട്, തൽക്കാലമാണ്. അത് കുറെ കഴിയുമ്പം കസേരയോടെ നമ്മൾ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. അപ്പോൾ അത് നാളെ വരും ആ കാലം. അപ്പൊ ഇവിടെ ഒന്നും നമ്മൾ വാഴുന്നില്ല, മരണമാണ് വാഴുന്നത്. ശരിയല്ലേ? നമ്മൾ കുറച്ചു നേരം കസ്റ്റോഡിയൻസ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നുള്ളതല്ലാതെ മരണം തന്നെ നമ്മളിൽ വാഴുള്ളൂ. ഇതൊന്നും നമുക്ക് ഇതിന്മേലൊന്നും നിയന്ത്രണം ഇല്ല. പക്ഷെ ഇവര് കൃപക്കാർ വന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അവർ വാഴുവാന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. എവിടാ വാഴുന്നത്? എത്ര നേരമാണ് വാഴുന്നത്? എത്ര നേരമാണ് വാഴുന്നത്? മരണം വാഴുന്നിടത്തോളം കാലം ജീവൻ വാഴുന്നില്ല. അപ്പോൾ നമ്മൾക്ക് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, നമ്മൾ വിശ്വസിക്കുന്ന അങ്ങനെയല്ല. പൗലോസ് പറയുന്നത് ഈ ജീവനിലുള്ള വാഴ്ച എന്ന് പറയുന്നത് ഈ ലോകത്തുള്ള ഒരു ജീവനെ കുറിച്ചല്ല പറയുന്നത്, നിത്യജീവൻ, അതായത് ക്വാളിറ്റേറ്റീവ് ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ആ ക്രൈസ്റ്റിന്റെ ജീവനിൽ നമ്മൾ എത്രയധികം വാഴുമെന്നാണ്. ദാറ്റ് മീൻസ് ദാറ്റ് ലൈഫ് വിൽ കൺട്രോൾ us, വി വിൽ സെലിബ്രേറ്റ് ദാറ്റ് ലൈഫ്. അപ്പൊ അങ്ങനെ ആ ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ലോകത്തിലൊന്നും അതിന്റെ ആവശ്യമില്ല. ഓക്കെ, ഈ ലോകത്തിലുള്ള കണക്ഷൻസ് കൊണ്ടല്ല നമ്മൾ ജീവിക്കുന്നത്. അതാണ് കഴിഞ്ഞ സൺഡേ ഞാൻ സംസാരിച്ചതാണ്. എറ്റേണിറ്റി ബിക്കംസ് അവർ ഫ്രെയിം ഓഫ് റെഫറൻസ്. ആ എറ്റേണിറ്റിയെ നോക്കിയിട്ടാണ് നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും കാണുന്നത്. ഞാനിത് ഈ ഒരു എറ്റേണിറ്റി എന്ന പെർസ്പെക്റ്റീവ് വരുന്ന ജീവന്റെ പെർസ്പെക്റ്റീവ്, ജീവന്റെ കാഴ്ച. അപ്പൊ ജീവൻ എന്ന കാഴ്ചയിലൂടെ നമ്മൾ എല്ലാറ്റിനെയും കാണാൻ, ക്രിസ്തുവിന്റെ ജീവൻ എന്ന കാഴ്ചയിലൂടെ നമ്മൾ വസ്തുക്കളെയും ആളുകളെയും എല്ലാം കാണാൻ കഴിയുന്നതാണ് ശരിക്കും ആ ഫെയ്ത്ത് ലൈഫ്, ആ വാഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫ്രീ ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നസ് എടുത്തെടുത്ത് പറയുന്നുണ്ട്. നീതിയുടെ സൗജന്യദാനമാകുന്ന നീതി. അപ്പൊ നീതി നമുക്ക് സൗജന്യദാനമായി ലഭിക്കുകയാണെന്നുള്ളതാണ്. എങ്ങനെയാണോ പാപം നമുക്ക് സൗജന്യദാനമായി ലഭിച്ചത് ആദമിൽ നിന്ന്, അത് നമ്മൾ ചെയ്തിട്ടല്ലല്ലോ പാപികളായത്. അല്ല, പാപം ചെയ്തല്ല നമ്മൾ പാപികളായത്, പാപികളായതുകൊണ്ടാണ് പാപം ചെയ്തത്. അതുപോലെ നീതി ചെയ്തല്ല നമ്മൾ നീതിമാന്മാരാകുന്നത്, നീതിമാനാക്കപ്പെടുമ്പോഴാണ് നമ്മൾ നീതി ചെയ്യുന്നത്. ഇതും മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്ത്യാനിറ്റിയിൽ വലിയൊരു പങ്ക് ആളുകൾ വിചാരിക്കുന്നത് പ്രവൃത്തികളാൽ നീതി ഉണ്ടാകുമെന്നാണ്. അങ്ങനെ ഉണ്ടാവില്ല. നീതിയിൽ നിന്ന് മാത്രമേ പ്രവൃത്തികൾ ഉണ്ടാവുള്ളൂ. പാപ പ്രകൃതത്തിൽ നിന്ന് എങ്ങനെയാണോ, മരണത്തിന്റെ വാഴ്ചയിൽ നിന്ന് എങ്ങനെയാണോ പാപം ഉണ്ടായത്, അതുപോലെ ജീവന്റെ വാഴ്ചയിൽ നിന്നാണ് നമുക്ക് നീതി ഉണ്ടാകുന്നത്. Righteousness comes to us as a free gift, not just justification. നീതീകരണം മാത്രമല്ല സൗജന്യം, നീതിയും സൗജന്യമാണ്. അപ്പൊ നിങ്ങൾ ഉടനെ ചോദിക്കും, ചെയ്യണ്ടേ ചുമ്മാ കിട്ടുമെന്ന്. കിട്ടിയാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്യണം, അതുകൊണ്ടാണ് ഇത് കിട്ടുന്നത്. ഓക്കെ, ജസ്റ്റിഫിക്കേഷൻ മാത്രമല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ജസ്റ്റിഫിക്കേഷൻ. ഐ വിൽ റീഡ് ഇറ്റ്. ഫോർ ഇഫ് because of one man's trespass death reigned through that one man, much more will those who receive the abundance of grace and the free gift of justification alla free gift of righteousness. നമുക്കത് മലയാളത്തിൽ ഒന്ന് വായിക്കാം ആ വാക്യം. ജസ്റ്റിഫിക്കേഷനും റൈച്ചസ്നെസ്സും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്.
ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ നീതിമാനായി പ്രഖ്യാപിച്ചു എന്നേ ഉള്ളൂ. റൈച്ചസ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീതിമാന്മാരായി എന്നാണ്. അപ്പൊ ഒരുത്തന്നെ നീതിമാനെന്ന് വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ ജസ്റ്റിഫിക്കേഷൻ. സൗജന്യമായിട്ട് നമ്മൾ നീതിമാനെന്ന് വിളിക്കുക മാത്രമല്ല, അവൻ നമ്മളെ നീതിമാന്മാരാക്കി മാറ്റുകയും ചെയ്തു. ഹി മെയ്ഡ് us righteous. അപ്പൊ അതൊരു പുതിയ ജനനമാണ്. പാപത്തിൽ നമ്മൾ ജനിച്ചതുപോലെ നീതിയിൽ നമ്മൾ രണ്ടാമത് ജനിക്കുന്നു ബൈ ദ ഹോളി സ്പിരിറ്റ്. ഈ വീണ്ടും ജനനം നീതിയിലുള്ള ഒരു ജനനമാണ്. സോ ദാറ്റ് ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ് ഈസ് ഗിവൺ ടു us as ഫ്രീ. അപ്പൊ ഇനിമേൽ നമ്മൾ ജീവിക്കുന്ന ആ നീതിമേലാണ്. ആ നീതിമേൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. ആ നീതിയാണ് വിശ്വാസത്താൽ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതൊന്ന് മനസ്സിലാക്കി കിട്ടിയാൽ നമ്മുടെ ജീവിതം ഭയങ്കര സന്തോഷമായിരിക്കും. ഒരു ഫ്രീഡം ഉണ്ടാവും. കർത്താവിന് മുമ്പിൽ ജീവിക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ജീവന്റെ വാഴ്ച അനുഭവിക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കാൻ, പക്ഷേ ഞാനെന്താ പറഞ്ഞു, ഈ ഒരു ഭാഗം മനസ്സിലാക്കി എടുക്കാൻ യു മേ ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് മെനി ടൈംസ്. കാരണം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ 5, 6, 7 റോമാലേഖനം 5, 6, 7 ഒന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വേദപുസ്തകത്തിൽ ഒരു വാക്യം പിന്നെ നമുക്ക് ആരും പറഞ്ഞു തരണ്ട. സോ ക്ലിയർ, എവറിത്തിങ് ബിക്കം സോ ക്ലിയർ. ആ നീതി എങ്ങനെ നമ്മളിലേക്ക് വരുന്നു. എൻ്റെ ഒരു പ്രധാന പെടാപ്പാട് അതാണ്, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ദീസ് 3 chapters ടു യു. അപ്പൊ ആയിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പ്രസംഗിച്ചിട്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കേട്ടവരോട്. ഓക്കെ, നമുക്ക് ഈ വാക്യം മലയാളത്തിലൊന്ന് വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ ഈ പ്രധാനപ്പെട്ട വാക്യങ്ങൾ. ഓക്കെ, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. കേട്ടോ, എന്തിന്റെ സമൃദ്ധിയാ? നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ. യേശുക്രിസ്തു എന്ന ഏക നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. നീതിദാനം, റൈച്ചസ്നെസ് ഈസ് എ ഗിഫ്റ്റ്. നീതി എന്ന ദാനം ലഭിക്കുന്നവർ, ഗിഫ്റ്റ് ഓഫ് റൈച്ചസ്നെസ്. ഓക്കെ, അപ്പോൾ ആ നീതിയിൽ വാഴാൻ വേണ്ടി, ജീവനിൽ വാഴാൻ വേണ്ടി നമുക്ക് എന്താ ദൈവം തരുന്ന സൗജന്യ ദാനമായിട്ട്? നീതി നമുക്ക് തരികയാണ് ജീവിക്കാൻ. ഒരാളെ സ്നേഹിക്കണമെങ്കിൽ നമ്മളങ്ങ് സ്നേഹിക്കുമല്ല, ആ സ്നേഹം ദൈവം നമുക്ക് തരുവാണ് സൗജന്യ ദാനമായിട്ട്. ആ കരുണ നമുക്കങ്ങ് ലഭിക്കുകയാണ് വിശ്വാസത്താൽ. സോ ഗോഡ് ഈസ് ഗിവിംഗ് us ദാറ്റ് റൈച്ചസ് ലൈഫ്. ഓ, ദിസ് ഈസ് റിയലി അതാണ് നമ്മുടെ ഫോക്കസ്. കർത്താവെ, നീ തരുന്ന ജീവൻ, നിന്നിൽ നിന്ന് ശ്വാസം എടുക്കുന്ന ജീവൻ, നിന്നിൽ വാഴുന്ന ജീവൻ, ആ ജീവനാണ് ക്രിസ്തുവിൽ വാഴുന്ന കൃപാവരങ്ങളെ മോചിക്കുന്ന നീതീകരണം നമുക്ക് ലഭിച്ചപ്പോൾ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഈ നീതിദാനം നമുക്ക് സൗജന്യമായി ലഭിച്ചത് കൊണ്ട് വി ആർ ഓൾ റൈച്ചസ് ബിഫോർ ഗോഡ്. ദൈവത്തിന് മുമ്പിൽ നമ്മൾ നീതിമാന്മാരായി പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ആ നീതീകരണത്തിൽ ജീവിക്കാൻ മാത്രം ജീവന്റെ ഒരു അധികാരം നമുക്ക് ദൈവം നൽകി. സോ വി ആർ നോ മോർ സ്ലേവ്സ് ഓഫ് സിൻ. നമ്മൾ ഇനി പാപത്തിന് കടക്കാരോ പാപത്തിന് അടിമകളോ അല്ല. അടുത്തത് 18-ാം വാക്യം. Therefore, as one trespass led condemnation for all men, so one act of righteousness leads to justification and life for all men. ഒറ്റ മനുഷ്യന്റെ ലംഘനം സകല മനുഷ്യർക്ക് ശിക്ഷാവിധി വരുത്തിയതുപോലെ ഏക നീതിയാൽ, that means by one righteousness, one act of righteousness. അപ്പൊ പാപത്തിന്റെ ഏക പ്രവൃത്തി പോലെ നീതീകരണത്തിന്റെ ഏക പ്രവൃത്തി അതെന്താണ്? യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിക്കുന്ന one act of righteousness. When Christ died on the cross for all of us, he was my representative. അവൻ എനിക്ക് പകരക്കാരനായിരുന്നത് കൊണ്ട്
when he died on that cross, നീതി നിവർത്തിക്കപ്പെട്ടു. നീതി ആരിൽ നിവർത്തിക്കപ്പെട്ടു? എന്നിൽ നിവർത്തിക്കപ്പെട്ടു. അവന്റെ ആത്മാവിനെ എനിക്ക് തരുമ്പോൾ I am justified and also given this treasure of righteousness. അവന്റെ നീതി എനിക്ക് നൽകപ്പെട്ടു, എന്നെ നീതിമാനാക്കപ്പെട്ടു. One act of righteousness. One act of righteousness leads to justification and life for all men. ഈ all men എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ പറയുന്ന ഈ ഗ്രേസുകാർ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൈപ്പർ ഗ്രേസ് ഗ്രൂപ്പ് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്തത്, എല്ലാ മനുഷ്യർക്കും ആദമിന്റെ ഒരു പ്രവൃത്തിയാൽ ശിക്ഷാവിധി വന്നു, അതുപോലെ എല്ലാ മനുഷ്യർക്കും ക്രിസ്തുവിന്റെ അനുസരണത്താൽ നീതി വരും എന്ന് പറഞ്ഞാൽ അവൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇപ്പൊ ആദമിൽ വിശ്വസിക്കാത്തവനും പാപിയായില്ലേ? ഇല്ലേ? ശരിയല്ലേ? ആർഗ്യുമെന്റ് ശരിയല്ലേ? ആദമിൽ വിശ്വസിക്കാത്തവനും പാപിയായല്ലോ. അപ്പൊ ആദമിന്റെ ഒരു ലംഘനം ആദമിൽ വിശ്വസിക്കാത്തവനെയും പാപിയാക്കി. എന്നാൽ ക്രിസ്തുവിന്റെ ഒരു അനുസരണം ക്രിസ്തുവിൽ വിശ്വസിക്കാത്തവനെയും നീതിമാനാക്കണ്ടേ? സകല മനുഷ്യരെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ? ഇതാണ് കൃപക്കാർ ആർഗ്യൂ ചെയ്തത്. അപ്പൊ ശരിയല്ലേ? All men were counted sinners just because of one man's sin. Paul himself says, because of one man's righteousness, all are righteous. അങ്ങനെ വരുമ്പോൾ ലോകത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പോയില്ലേ? ഇതാണ് ഹൈപ്പർ ഗ്രേസുകാർ ചോദിച്ചത്. പക്ഷെ ഇവർക്ക് തലക്കകത്ത് ഒരു ഇത്തിരി കൂടെ സുബോധം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ആലോചിക്കാൻ വരുന്നു. ആദമിൽ നമ്മൾ വന്നത് എങ്ങനെയാ? ആദമിന്റെ പാപം എങ്ങനെ നമുക്ക് വന്നത്? ബൈ ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ് അല്ലെ? അങ്ങനെ ക്രിസ്തുവിന്റെ വരണമെങ്കിൽ നമുക്കൊരു ഇൻഹെറിറ്റൻസ് വേണ്ടേ? ക്രിസ്തുവുമായിട്ട് കണക്ഷൻ വേണ്ടേ? ആദവുമായിട്ടൊരു കണക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ നമുക്കിത് ലഭിച്ചത്. ക്രിസ്തുവുമായിട്ട് എങ്ങനെയാ കണക്ഷൻ വരുന്നത്? ഓൾ മെൻ ശരിയാണ്, ബട്ട് ദോസ് ഹു ബിലീവ്, വിശ്വസിക്കാതെ എങ്ങനെയാണ് ക്രിസ്തുവുമായിട്ട് കണക്ഷൻ ഉണ്ടാകുന്നത്? ആദവുമായിട്ട് വി ഹാഡ് എ കണക്ഷൻ ത്രൂ ഫ്ലഷ്. അതുകൊണ്ടാണ് ആ പാപം ഇൻബ്യൂട്ടഡ് ആയത്. അതുപോലെ ക്രിസ്തുവിലുള്ളവരാണ് എല്ലാവരും. ക്രിസ്തുവിലുള്ള എല്ലാവരും, ദാറ്റ് മീൻസ് ക്രിസ്തുവുമായിട്ട് അതുപോലൊരു കണക്ഷൻ ഉണ്ടാകണം. ആദവുമായി കണക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നമുക്കിത് കിട്ടുമായിരുന്നോ? കിട്ടില്ലായിരുന്നു. If we were outside Adam, would his sin be imputed to us? No. ആദമിന് വെളിയിലുള്ളവരായിരുന്നു നമ്മളെങ്കിൽ ആദമിന്റെ പാപം ഒരിക്കലും നമ്മുടെ മേൽ വരില്ലായിരുന്നു. ശരിയല്ലേ? അതുപോലെ ക്രിസ്തുവിന് വെളിയിലുള്ളവർക്ക് അവന്റെ നീതിയും വരില്ല. അപ്പൊ യേശു ക്രിസ്തുവിന്റെ നീതി നമുക്ക് ലഭിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിലായെങ്കിലേ ഉള്ളൂ. ക്രിസ്തുവിനെ സ്വീകരിച്ചാലേ ഉള്ളൂ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ കണക്ഷന്റെ പ്രോബ്ലം ആണ് മനസ്സിലാക്കുക. അതായത് ഒരു വാക്യം വ്യാഖ്യാനിക്കുമ്പോൾ ആ വാക്യത്തിനകത്തുള്ള എല്ലാ എലമെന്റ്സിലേക്കും പോകാതിരുന്നാൽ ഇങ്ങനെ സംഭവിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരാളുടെ അനുസരണം അനേകരെ, എല്ലാവരെയും എന്ന് പറയുമ്പോൾ എവരി മാൻ ഇൻ ഹിം. ആദമിനെ കുറിച്ച് പറയുമ്പോഴും എവരി മാൻ ഇൻ ആദം. ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോഴും ക്രിസ്തുവിലുള്ള എല്ലാവരും. ദാറ്റ്സ് എ കണക്ഷൻ. ദർ ഷുഡ് ബി ദാറ്റ് കണക്ഷൻ ഓഫ് ലൈഫ്. അതുമായിട്ട് അങ്ങനെ തന്നെ ഒരു ബന്ധം നമുക്ക് ഉണ്ട്. ഓക്കെ, ആ ബന്ധമുള്ളവരാണ് അതിന് ഇൻഹെറിറ്റൻസ്, മക്കൾക്കാണ് അവകാശം ലഭിക്കുന്നത്. ക്രിസ്തുവിൽ നമ്മൾ ദൈവത്തിന്റെ അവകാശികളാണ്, ക്രിസ്തുവിനോടുള്ള കൂട്ടവകാശികളാണ്. സോ ദ റൈച്ചസ്നെസ് ഈസ് imputed to us through Christ and by faith, and only those who believe will be saved. വിശ്വസിക്കുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് ആളുകളെ ഇടർച്ചയിലേക്ക് നയിക്കുന്നത്, വിത്തൗട്ട് എക്സ്പ്ലെയിനിങ് ദ കണക്ഷൻ. ഓക്കെ, for us by one man's disobedience the many were made sinners, so by the one man's obedience the many will be made righteous. ഏക മനുഷ്യന്റെ ലംഘനത്താൽ അനേകർ പാപികളായി മാറിയതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി മാറും. നമുക്ക് ക്രിസ്തുവുമായൊരു കണക്ഷൻ ഉണ്ട്. വി ആർ ഇൻ ഹിം ആൻഡ് ഹി ഈസ് ഇൻ us. അതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുസരണം നമ്മളിൽ കണക്കിടപ്പെടും. ഓക്കെ, അത് നീതിയായി സകല മനുഷ്യർക്കും നീതിയായി മാറും.
മെയ്ഡ് റൈച്ചസ്. ഇത് ജസ്റ്റിഫിക്കേഷൻ അല്ല. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കോൾഡ്, ഡിക്ലെയർഡ് റൈച്ചസ് ആണ്. ഇപ്പൊ ചേസ് ഇസ് ജസ്റ്റിഫൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒറ്റ വാക്കേ ഉള്ളൂ, അവനെ നീതിമാൻ എന്ന് ഞാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കണ്ടങ്ങനെ തോന്നുകയില്ലെങ്കിൽ ഗോഡ്സ് ഗ്രേസ്. പക്ഷെ മെയ്ഡ് റൈച്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ നീതിമാനാക്കി മാറ്റുന്നു. ഹി മെയ്ഡ് മീ റൈച്ചസ്. ഓക്കെ, അതാണ് എന്നെ നീതിമാനാക്കി മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈച്ചസ്നെസ് വാസ് മെയ്ഡ് മൈ ഇൻഹെറിറ്റൻസ്. എനിക്ക് ലഭിക്കാൻ പോകുന്നത്, അവിടെ മലയാളത്തിൽ അങ്ങനെ തന്നെയാണ്, ഏക മനുഷ്യന്റെ അനുസരണക്കേടിൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതീകരിക്കപ്പെടുമെന്നല്ല, നീതിമാന്മാരായി തീരുമെന്നാണ്. ബൈ വൺ മാൻസ് ഒബീഡിയൻസ്. ഈ ഒരു മിസ്റ്ററി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഈ ഒരു മിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഏകന്റെ അനുസരണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പണ്ടൊരു ടാർഗറ്റ് ബോർഡ് ഞാൻ വരച്ചത് നിങ്ങൾ ഒരു പക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, ഒരു സർക്കിൾസ് വരച്ചിട്ട്. ഞാനത് ഒന്നുകൂടെ കാണിക്കാം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കാൻ വേണ്ടി ഇറ്റ് കുഡ് ബി യൂസ്ഫുൾ. ഓക്കെ, ഒരു ടാർഗറ്റ് ബോർഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ ഇത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്നതിനെ കുറിച്ചല്ല, ഇത് റൈച്ചസ് ആകുന്നതിനെ കുറിച്ചാണ്. ഫെയ്ത്ത്, ഹൗ റൈച്ചസ്നെസ് കംസ് ടു us ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ എങ്ങനെയാണ് നമുക്ക് നീതി ലഭിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിന് നടുക്ക് ഒരു സ്റ്റാർ കൊടുത്തിട്ടുണ്ടേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഇതല്ല അല്ലെ? ഓക്കെ, ഇതൊരു ടാർഗറ്റ് ബോർഡായിട്ട് നിങ്ങൾ സങ്കല്പിച്ചാൽ ഈ ടാർഗറ്റ് ബോർഡിലേക്ക് നമ്മൾ അതിന് ആ പെർഫെക്ഷൻ എന്ന് പറയുന്ന നടുവിൽ കൊള്ളിക്കുന്നതാണെന്ന് വിചാരിച്ചു. ഒരു അമ്പ ഇത് അതിന്റെ നടുവിൽ കൊള്ളിക്കുന്നതാണ് പെർഫെക്ഷൻ എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ക്രിസ്തു എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നു. ഹി വാസ് ഒബീഡിയന്റ്, ഹി ഒബേയ്ഡ് പെർഫെക്റ്റ്ലി. അപ്പൊ നമ്മൾ വിശ്വാസത്താൽ ടാർഗറ്റ് ചെയ്യുന്ന ആ സ്റ്റാറിനെ ആണെങ്കിലും നമ്മൾ പലപ്പോഴും നമ്മുടെ ബലഹീനത കാരണം അവിടെ കൊള്ളിക്കാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ നീതിമാന്മാരാകും? നീതിമാന്മാരാകാൻ നമുക്ക് വഴിയുണ്ടോ? ഓക്കെ, അത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടല്ലോ, അത് മതി. നീതിമാന്മാരാകാൻ എന്താ വഴി? ആ നടുക്കുള്ള സ്റ്റാറിലെ കർത്താവ് എല്ലാ പ്രവൃത്തികളും അവിടെ സെന്റർ. ഹി ഒബേയ്ഡ് ഇൻ എവറിത്തിങ്, ഒബേയ്ഡ് അണ്ടിൽ ഡെത്ത്. പക്ഷെ നമ്മൾ അത് നോക്കി എറിയുന്നത്, കർത്താവെ ഞാനല്ല നീയാ ജീവിക്കുന്നെന്നുള്ള ഫെയ്ത്തിലാണ് എറിയുന്നതെങ്കിലും നമ്മളൊന്നും ആ സെന്ററിലൊന്നും കൊള്ളിക്കാറില്ല. നമ്മുടെ പല പ്രവൃത്തികളും അപര്യാപ്തമാണ്. അപര്യാപ്തമായതൊന്നും സ്വർഗത്തിൽ പോകില്ലായിരുന്നു. ദൈവം നമ്മുടെ പ്രവൃത്തികളെ നോക്കിയിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോഴും നരകത്തിലേ പോകുള്ളൂ. പക്ഷെ ദൈവം നമ്മളോട് കാണിച്ച വലിയ കരുണയെന്ന് പറയുന്നത് നമ്മൾ എങ്ങോട്ട് ഉന്നം വെക്കുന്നു എന്ന് നോക്കാം എന്നുള്ളതാണ്. എങ്ങോട്ടാണോ ഞാൻ ഉന്നം വെക്കുന്നത്, ആ സ്റ്റാറിലേക്കാണ് ഞാൻ ഉന്നം വെക്കുന്നതെങ്കിൽ ക്രിസ്തുവിനെയാണ് ഞാൻ നോക്കി ഓടുന്നത്. അപ്പൊ എന്റെ ഫെയ്ത്തിനെ ദൈവം എന്ത് കണക്കൂട്ടുവാണ്? അവിടെ കൊള്ളിച്ചതായിട്ട് കണക്കൂട്ടുവാണ്. ബിക്കോസ് ഓഫ് മൈ ഫെയ്ത്ത്. ഞാൻ ഇന്ന് സംസാരിക്കുമ്പോൾ കർത്താവെ നീ ജീവിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുവാണ് എങ്കിൽ ഞാൻ എവിടെ എത്തിയാലും കർത്താവ് ആ വിശ്വാസത്തെ പ്രവൃത്തിയായിട്ട് അക്കൗണ്ട് ചെയ്യും. ഞാൻ ഇന്ന് നല്ലൊരു പ്രസംഗം പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് കർത്താവിലല്ല പ്രവൃത്തി. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും യേശുവിനെ പോലെ ആകാൻ വേണ്ടി നമ്മളെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഫെയ്ത്ത് നമ്മളെ റൈച്ചസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കും. അത് ആരുടെ അനുസരണത്താലാണ്? അത് ക്രിസ്തുവിന്റെ അനുസരണത്താലാണ്. ഇത് എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് എന്നെ സംബന്ധിച്ച് വളരെ ലിബറേറ്റിംഗ് ആയിരുന്നു. കാരണം എവറി മോമെന്റ് ഐ ആം അഷ്യൂർഡ് ദാറ്റ് എനിക്ക് കർത്താവിന്റെ ജീവനുണ്ട്. ഞാൻ പെർഫെക്റ്റ് അല്ല, പക്ഷെ പെർഫെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓടി 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 അതിൽ ഏത് പോയിന്റിൽ ഞാൻ മരിച്ചു പോയാലും, ഇംപെർഫെക്റ്റ് ആവുമ്പോൾ മരിച്ചാലും എൻ്റെ ഫെയ്ത്ത് വിൽ ബി കൗണ്ടഡ് ആസ് മൈ റൈച്ചസ്നെസ്. ക്രിസ്തുവിന്റെ അനുസരണ നിമിത്തം ആ വിശ്വാസം എനിക്ക് അനുസരണമായി കണക്കൂട്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഓടി ഓടി എവിടെ എത്തുന്നുള്ള ദൈവമാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും ഞാൻ ആ സ്റ്റാറിൽ കൊള്ളിച്ചില്ലെങ്കിലും ഐ വിൽ ബി കമ്മിങ് ക്ലോസർ ആസ് ഐ ലീവ് ഓൺ. അത് ദൈവം പ്രവർത്തിച്ച് അങ്ങനെ ആക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓവർ 10 years നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങൾ ക്രിസ്തുവിലുള്ളവരാണെങ്കിൽ അടുത്തടുത്ത് ചെല്ലുന്ന നമുക്ക് മനസ്സിലാവും. ഓക്കെ, അടുത്തടുത്ത് ചെല്ലുന്ന ലോകത്തെ വിട്ടുവിട്ടു പോകുന്നത് നമുക്ക് മനസ്സിലാവും. അത് നമ്മളെ നീതിമാന്മാരാക്കിയത് കൊണ്ടാണ്. ബിക്കോസ് വി ആർ സ്ലേവ്സ് ഓഫ് റൈച്ചസ്നെസ് ആൻഡ് വി ആർ ഗോയിങ് ഫോർ ഗ്ലോറി. കർത്താവിന്റെ മഹത്വത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും.
there is eternity in us. Okay, eternity in us. ദൈവം നമ്മളിൽ അത് നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി മുമ്പോട്ട് വരുമ്പോൾ 19-ാം വാക്യം നമ്മൾ വായിച്ചു. Now the law came in to increase the trespass. അപ്പോൾ നിയമം കടന്നു വന്നു. എന്തിനു വേണ്ടി? പാപം പെരുക്കാൻ വേണ്ടി നിയമം കടന്നു വന്നു. അതാണ്. അപ്പോൾ നിയമം കടന്നു വന്നത് എന്തിനു വേണ്ടിയാണ്? പാപം. അപ്പൊ നമ്മൾ ആദ്യം വായിച്ച വാക്യം ഇങ്ങനെയായിരുന്നു, 13-ാം വാക്യം. For sin indeed was in the world before the law was given, but sin was not counted. പാപം ഇങ്ങനെ കണക്കൂട്ടാതെ കിടക്കുമായിരുന്നു. അങ്ങനെയല്ലേ 13-ാം വാക്യം പറയുന്നത്? പാപം കണക്കിടപ്പെട്ടിരുന്നില്ല. എന്തുകൊണ്ട്? ലോ നൽകപ്പെട്ടിരുന്നില്ല. ലോ നൽകപ്പെടുന്നില്ലാതിരുന്ന സമയത്തും പാപം വാഴുകയായിരുന്നു, അല്ല മരണം വാഴുകയായിരുന്നു, പാപം കണക്കിടപ്പെടുന്നില്ലെങ്കിൽ പോലും. എന്നാൽ ഇപ്പൊ എന്ത് സംഭവിച്ചെന്നറിയാം? നിയമം ഇങ്ങ് വന്നു. മോശയുടെ സമയപ്പോഴേക്കും നിയമം ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ശിശുപാലകൻ എത്തി. ഈ ശിശുപാലകൻ വന്ന് നോക്കിയപ്പോഴാണ് മുഴുവൻ പാപമാണ്. പാപം വല്ലാതെ പെരുകി. എന്നാലോചിച്ച് ഇതാണ് ഹിസ്റ്റോറി ഏത് പറഞ്ഞേക്കുന്നത്. പാപം വല്ലാതെ പെരുകി. പാപം വല്ലാതെ പെരുകിയപ്പോൾ എന്ത് സംഭവിച്ചു? കൃപ അത്യന്തം പെരുകി. അതിന് ഇന്ന് ഈ കൃപ ഹൈപ്പർ ഗ്രേസുകാർ വ്യാഖ്യാനിച്ചു. ഹൈപ്പർ ഗ്രേസുകാർ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്ത 5-ാം അധ്യായം. ഹൈപ്പർ ഗ്രേസുകാർ പറഞ്ഞു, നിങ്ങൾ പാപം ചെയ്യുന്നതനുസരിച്ച് കൃപ കൂടുന്ന. പാപം ചെയ്യുന്നതനുസരിച്ചല്ല കൃപ കൂടുന്നത്, പാപം കണക്കിടപ്പെടുന്നതനുസരിച്ചാണ്. ദാറ്റ് മീൻസ് നിയമം വന്ന് എന്നെ 10 പാപങ്ങൾ കാണിച്ചു തന്നു. ഞാൻ പാപിയാണ്. 500 പാപങ്ങൾ കാണിച്ചു തരികയാണ്. 5000 പാപങ്ങൾ കാണിച്ചു തരാണ്. എന്നോട് പറയാണ് നീ രക്ഷപ്പെടില്ല എന്ന് പറയാണ്. അപ്പൊ പാപം വല്ലാതെ പെരുകി. എൻ്റെ ഹോപ്പ് നഷ്ടപ്പെട്ടു. ഞാൻ തകർന്നു പോയി. അങ്ങനെയാണ് പെരുകുന്നത്. നിയമം വന്ന് കാണിച്ചു തരുമോ? ഞാൻ ചെയ്തു പെരുകുന്നതല്ല. ഓൾറെഡി എന്നിൽ പെരുകപ്പെട്ട പാപങ്ങളെ പെരുക്കി കാണിക്കാൻ വേണ്ടി, കണക്ക് കൂട്ടി കാണിക്കാൻ വേണ്ടി നിയമം വന്നതാണ്. ഈ കണക്ക് കൂട്ടി കാണിക്കാൻ വേണ്ടി നിയമം വന്നപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മൾ പാപികൾ എന്ന ബോധം വന്നു. നിലവിളിച്ച് ഉള്ളിൽ അലറി കരഞ്ഞു, കർത്താവേ ഞാൻ പാപിയാണ്. എന്തുകൊണ്ടാണ്? ദ ലോ ഇൻഡൈക്റ്റഡ് us. ഇത് ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള പാപങ്ങളെ കുറിച്ച് ബോധം നമുക്ക് ഈ നിയമങ്ങൾ തന്നെയാണ് തരുന്നത്. ഇന്നും അവിശ്വാസം എന്ന പാപത്തെക്കുറിച്ചാണ് ആത്മാവ് ബോധ്യപ്പെടുത്തുന്നത്. But other transgressions are reminded by law. But we are not under law, but we can see that we are breaking the law when we do that. നമ്മളൊരു മോശമായ കാര്യം ചെയ്യുമ്പോൾ ഉടനെ ദൈവത്തിന്റെ നിയമം, കൽപ്പനകൾ നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. Law is there, but it is not controlling us. കാരണം നമ്മൾ അതിന്റെ നിയന്ത്രണത്തിലല്ല, കാരണം നമ്മൾ ആത്മനിയന്ത്രണത്തിലായതുകൊണ്ട്. അപ്പോൾ പാപം പെരുകിയത് നിയമം വന്നതുകൊണ്ടാണ്. നിയമം പെരുക്കിയ പാപത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, പ്രവൃത്തികൾ പെരുക്കിയ പാപത്തെക്കുറിച്ചല്ല. ഓക്കെ, അപ്പോൾ എവിടെയാണോ പാപം വർദ്ധിച്ചത്? എവിടെയാ പാപം വർദ്ധിച്ചത്? ലോ ഉള്ളിടത്ത്, നിയമമുള്ളിടത്താണ് പാപം വർദ്ധിച്ചത്. നിയമം ഇല്ലാത്തത് പാപം വർദ്ധിച്ചിട്ടില്ലായിരുന്നു. നിയമം ഉള്ളിടത്താണ് പാപം വർദ്ധിച്ചത്. പാപം വർദ്ധിച്ചു കണ്ടപ്പോഴേക്കും അവിടെ എന്ത് വന്നു? കൃപ ഭയങ്കരമായിട്ട് പെരുകി. അല്ലെ മനുഷ്യൻ ചത്തുപോയനെ. നമ്മളിന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ പാപബോധം കാരണം സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ചില സഹോദരങ്ങൾ ഇവിടെ നമ്മുടെ കൂട്ടത്തിലുള്ള ചില സഹോദരങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാപബോധം കാരണം അവർ തകർന്നു പോവാണ്, അവർക്ക് ഗ്രേസ് മനസ്സിലാൻ പറ്റാത്തതുകൊണ്ട്. ഞാൻ ആലോചിക്കാറ്, നമ്മുടെ പാപത്തെ ശരിക്കും നമ്മുടെ നിയമം ഒന്ന് പരിശോധിച്ച് കർത്താവിന്റെ പ്രസൻസിൽ നമ്മൾ എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റത്തില്ല. സം ഓഫ് മൈ സിൻസ് അപ്പാരന്റ്ലി ഇന്നോക്യുവസ്, പക്ഷെ എന്നെ വല്ലാതെ ഭാരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പാരന്റ് അത് അകത്തിന്റെ ഡീപ്പോട്ട് പോകുന്നതോറും അതെല്ലാം ദൈവത്തോടുള്ള റിബല്യനാണ്. നമ്മുടെ പല നിസ്സാരമെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ദൈവത്തിന് മുമ്പിൽ ഭയങ്കര സീരിയസ് ആണ്. അതങ്ങനെ അതേ സീരിയസ്നെസ്സിൽ ദൈവം കണ്ടാൽ നമ്മൾ ഒരാളുടെയും പൊടി പോലും അവൻ്റെ മുമ്പിൽ ഉണ്ടാവില്ല. അങ്ങനെ ഡീപ്പായിട്ട് നമ്മൾ പാപത്തെ അനലൈസ് ചെയ്യുമ്പം നമ്മൾ മാനസിക രോഗികളായി പോകാൻ സാധ്യതയുണ്ട്. കാരണം we don't know what to do. We are sinful and we are condemned. അപ്പൊ ദൈവം എന്ത് ചെയ്തു? ഈ നിയമം നമ്മളെ നശിപ്പിച്ചു കളയുന്നതിന് മുമ്പ്
നിരാശയിലാക്കി നശിപ്പിച്ചു കളയുന്നതിന് മുമ്പ് കൃപയെ അങ്ങ് വല്ലാതെ പെരുക്കി കളഞ്ഞു. ഈ പാപിയെ അന്വേഷിച്ച്, തകർന്നവനെ അന്വേഷിച്ച് ദൈവം ഇറങ്ങി വന്നു. അവിടെ കൃപ വല്ലാതെ പെരുകി, ലംഘനം പെരുകിയെടുത്ത്, ലംഘനം കൂട്ടി കണ്ടെടുത്ത്, നിലവിളിച്ചവരുടെ അടുത്തേക്ക്, അവർക്കാണ് ലംഘനം പെരുകിയത്. ഈ നിങ്ങൾക്കൊരു കാര്യം അറിയാം, പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക് ലംഘനം പെരുകുന്നില്ല. എന്ന് കഴിഞ്ഞാൽ അവർ നല്ല നീതിമാന്മാരായിട്ട് നടക്കുന്നത്. അവർക്ക് എവിടെ ലംഘനം പെരുകുന്നത്? അവരോട് ചോദിച്ചു നോക്കിയേ, ഞങ്ങൾ എന്താ തെറ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അവിടെ ലംഘനം പെരുകിയിട്ടില്ല. നിയമം വന്ന് ഞെക്കി പിടിക്കുമ്പോഴാണ് അയ്യോ ഞാൻ പാപിയാണേ എന്ന് സമ്മതിക്കുന്നത്. അത് ആ നിയമം എന്ന ശിശുപാലകൻ നമ്മളെ തള്ളി കൃപയ്ക്കകത്തേക്ക് വിടുവാണ്. നിനക്ക് അവിടെ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞു. The law is making us count our sins and repent, and there the grace abounds. അവിടെയാണ് കൃപ പെരുകുന്നത്. അവിടെ നമ്മൾ ആ ഒരു വാക്യം വിട്ടുപോയിട്ടാണ് തന്നെ. Now the law came in to increase the trespass, but when sin increased, grace abounded all the more. അപ്പോൾ പാപം പെരുകുന്നിടത്ത് കൃപ പെരുകും. അപ്പം നമ്മൾ ഓരോ മനുഷ്യനോട് സംസാരിക്കുമ്പോൾ അവനിൽ പാപം പെരുകണം എന്ന് പറഞ്ഞാൽ അവൻ പാപം ചെയ്യണം എന്നല്ല അർത്ഥം. അവൻ്റെ മെഷർ ഓഫ് സിൻ, ആ പാപത്തിൻ്റെ മെഷർ, ഓക്കെ, പാപത്തെ അളക്കുന്ന തോത്, അത് എത്രമാത്രം നിങ്ങളെ മുറിക്കുവോ അത്രമാത്രം കൃപ നിങ്ങളെ ചുറ്റും, നിങ്ങളെ പൊതിയും. ഓക്കെ, അതാണ് ഇവിടെ ഈ വാക്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ മരണത്തിനായി എങ്ങനെയാണോ പാപം വാണത്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യും? കൃപ ഇനി വാഴാൻ തുടങ്ങും. ഈ കൃപ എങ്ങനെയാണ് വാഴുന്നത്? നീതിയിലൂടെയാണ് വാഴുന്നത്. കൃപ വാഴുന്നത് പാപത്തിലൂടെ അല്ല, നീതിയിലൂടെയാണ്. What a gross misrepresentation was hyper grace. It was a total misrepresentation of Christian doctrine. കൃപ പാപത്തിലല്ല വാഴുന്നത്, നീതിയിലാണ് വാഴുന്നത്. പാപം പെരുകിയെടുത്ത് നമ്മളെ നീതിമാന്മാരാക്കാൻ വേണ്ടിയാണ് കൃപ വന്നത്. ആ കൃപ അൺമെറിറ്റഡ് ആണ്, നമ്മുടെ മെറിറ്റ് അല്ല. കാരണം നീതി തന്നെ സൗജന്യദാനമാണ്. നമ്മളെ നീതിമാന്മാരാക്കി മാറ്റാൻ വേണ്ടി കൃപ വരികയും പാപത്തിന്റെ അധീനതയിൽ നമ്മളെ രക്ഷിക്കുകയും ക്രിസ്തുവിന്റെ നീതിയിൽ നമ്മളെ ആക്കി വെക്കുകയും ചെയ്തു. ആ സിൻ reigned in death, പാപം എങ്ങനെ മരണത്തിൽ വാണോ അതുപോലെ കൃപ also might reign through righteousness, നീതിയിലൂടെ വാഴേണ്ടതിന് ലീഡിങ് ടു ഇറ്റേണൽ ലൈഫ് ത്രൂ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. ക്രിസ്തുവിലൂടെയുള്ള നിത്യമായ ജീവനിലേക്ക് നമ്മൾ എത്തിക്കുന്ന നീതിയുടെ വാഴ്ചയിലേക്കാണ് കൃപ നമ്മളെ അൺമെറിറ്റഡ് ആയിട്ട് കടത്തിവിട്ടത്. സോ ഇറ്റ് ഈസ് നെവർ, Paul is never saying you sin more, grace will increase. That's a misrepresentation of Christian gospel. Okay, ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.